മരം കോച്ചുന്ന മഞ്ഞ കാട്ടിലാണെങ്കിൽ കോട വീണിട്ടുണ്ട്. ആ ക്യാമ്പ് ഫയർ തീയിട്ടല്ലോ. പിന്നെയാണെങ്കിൽ അനിമൽസ് വരില്ല. ഇവിടെ പാമ്പുണ്ടാവോ? ചെറിയ സൈസ് ഒന്നും കാണില്ല. മലമ്പാമ്പ്, രാജവമ്പാല, മൂർഖൻ, അതൊക്കെ. അയ്യോ, എഡ്വേർഡ് സാഹിബിന്റെ മാർഗരറ്റ് മദാമയുടെ അനുഭവം നമുക്കുണ്ടാവോ രാജു? എന്തു പറ്റി വേണോട്ടാ? ഡേ, ആ ചായയിൽ ആ പല്ലി വീണില്ലേ, അപ്പം മുതൽ തുടങ്ങിയതാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. എന്തോ ഒരു ദുസ്സൂചന പോലെ. വേണുവേട്ടന് അങ്ങനെ തോന്നിയെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. ദൈവമേ, കാട്ടുമൃഗങ്ങൾ നിറയുള്ള സ്ഥലത്തേക്കാ കുട്ടികൾ പോയിരിക്കുന്നത്. ഡേ, നീ അങ്ങനെയൊന്നും പേടിക്കണ്ടേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. വേണുവേട്ടാ, എന്തായാലും പിള്ളേരൊന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ല. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരുത്തരുതേ. ജേട്ടൻ രാജുവിനെ ഋതുമോളെ വിളിക്കാണോ? വിളി തുടങ്ങിയിട്ട് കുറെ നേരമായി, പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തോണ്ടാ നിന്റെ ഫോണെടുത്ത് വിളിക്കുന്നു, പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഒരു രക്ഷയില്ലല്ലോ. എന്തൊരു ദുരിതല്ലേ രാജു. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ. ഇനി ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്ക്. ഋതു, കുറച്ചുകൂടി ചേർന്നിരിക്കേ. രാജു, കുഴപ്പമില്ല. നിക്കേ. ചേർന്ന് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരുന്ന് നമുക്ക് തീ കായാം. അപ്പോ ഈ തണുപ്പ് മാറും. ദൈവം അവർക്കായി തീരാധാരം നടത്തി കൊടുത്ത സ്ഥലവാ. നമ്മള് മര്യാദക്കിരുന്ന അവരാരെ ഒന്നും ചെയ്യൂല. മര്യാദകേട് കാണിച്ച വിവരം അറിയും. രാജു, ഈ ലോകത്ത് ആദ്യം ഉണ്ടായ ആണും പെണ്ണും ആരൊക്കെയാ? അത് ബൈബിളില് ആദാവുന്നാ പറയുന്നത്. എന്തായാലും ആദ്യം ഉണ്ടായ ആണും പെണ്ണും രണ്ട് കുരങ്ങുകളായിരിക്കും. അവരെന്തൊക്കെ പറഞ്ഞായിരിക്കും പ്രേമിച്ചിരിക്കുക? അവരുടെ പ്രേമത്തിനെ ഭാഷ ഒരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ പ്രണയത്തിനല്ലേ നോട്ടം, വാചകോടി, ചാറ്റിങ്, പിന്നെ ചീറ്റിങ്. രാജു, അതെന്തത്? അതെ, ഈ കാട്ടുമുളം തണ്ടുകളെ കാറ്റിൽ തട്ടുമ്പോ ഉണ്ടാകുന്നൊരു സ്വരം, സംഗീതസ്വരം. ഇതിൽ നിന്നാണ് സംഗീതം ഉണ്ടായത്. ഇത് കേട്ടിട്ടില്ലേ ആ സംഗീതസ്വരം? സാ രീ ഗ സാ.
അവിടെ ഓപ്പറേഷൻ സക്സസ് ആയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആയൊന്നുമില്ല, എന്റെ ഓപ്പറേഷൻ സക്സസ് ആയി. ഉറപ്പായി രണ്ടെണ്ണത്തിനെ കാട്ടുമൃഗങ്ങൾ തിന്നു കാണും. ഇവിടെ ഒരാൾ പിടിയൻ കടുവയുണ്ട്. മനുഷ്യരുടെ സ്മെല്ലടിച്ചാ മതി, അവൻ വന്ന് കൊന്നു തിന്നേച്ചും പോകും. മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറുക്കനും തിന്നു കാണും. ദേ അവരല്ലേ വരുന്നത്. അളിയ, അളിയന് ഋതുമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലളിയ. എന്റെ അളിയ, ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ട് എത്ര തവണ വിളിച്ചെന്നറിയാമോ? എന്താ അളിയ പ്രശ്നം? അളിയ, എനിക്ക് ചില കാര്യങ്ങൾ ഡൗട്ടുണ്ട്. അതാ ഞാൻ വിളിച്ചത്. എന്ത് ഡൗട്ട്? ഞാൻ പറയാം. ഈ കേസിൽ നിന്നൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപ ഞാൻ തരാം. ഞാൻ അങ്ങോട്ട് വലിയൊരു ഉപകാരം ചെയ്യുമ്പോൾ ഒരു ചെറിയ ഉപകാരം എനിക്കും ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ചോദിക്കും, ആ ജയൻ ഇത്രയും നാൾ ഒളിവിൽ താമസിച്ചത് എവിടെയാണ്? അപ്പോ ഞാനെന്ത് പറയണം? ആനവിരട്ടിപ്പാറ നാരകത്താനം ബ്രിട്ടീഷ് ബംഗ്ലാവിൽ നിന്ന്. അംബികയുടെ നടപ്പിലും ഭാവത്തിലും വരെ എനിക്കെന്തോ സംശയമുണ്ട്. അളിയനും മോളൊന്ന് സൂക്ഷിക്കണം. അത് ഈ പക്കത്തട്ടി അവിടെ എവിടെയും കാണാൻ വഴിയുണ്ട്. അളിയൻ പേടിക്കണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. ശരി അളിയ. ശരി അളിയ. ജേട്ടൻ രാജുവിനെ ഋതുമോളെയാണോ വിളിച്ചത്? അതെ. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അളിയനും ഋതുമോളും 3 കടുവയും 2 കരടി 4-5 പുലികളും എല്ലാവരും കൂടെ ചേർന്ന് സംഘം ചേർന്നുള്ള വെള്ളവടിയാ. കാട്ടുപന്നി ഫ്രൈ ആ ടച്ചിങ്സ്. അതുപോലെ